ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ബി.ജെ.പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എ ക്ലാസ് മണ്ഡലം. ബി.ജെ.പി എന്ന പാർട്ടിയോട് എതിർപ്പുണ്ട് എങ്കിലും പറയാം, ശോഭാ സുരേന്ദ്രൻ പാലക്കാടിനെ സംബന്ധിച്ച് മികച്ച സ്ഥാനാർത്ഥിയാണ്. അവർക്കവിടെ ജയസാധ്യതയുണ്ട്. അത് പക്ഷേ നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം. എന്നാൽ ഇവിടെ മര്യാദയുടെ സകല സീമകളും ലംഘിക്കുകയാണ് ബി.ജെ.പി. മണ്ഡലത്തിന് പുറത്തുനിന്നെത്തിയ സിനിമാ താരം രമേശ് പിഷാരടിയെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന ചിന്തയുണ്ടായിരുന്നു ബി.ജെ.പിക്ക്. എന്നാൽ വളരെ വേഗം ജനകീയനായി പിഷാരടി മാറിയതോടെ കുറുക്കുവഴികൾ തേടുകയാണ് ബി.ജെ.പിയും സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും. കേന്ദ്ര സർക്കാരിന്റെ കൈകളിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. ഭരണം പിടിക്കാൻ അതിൽ ചില കോടികൾ കേരളത്തിലേക്കും എത്തിയിരിക്കാം. ആ പണം പാലക്കാട്ടെ സാധാരണക്കാർക്ക് വിതരണം ചെയ്ത് വോട്ടുറപ്പിക്കുന്നുണ്ട് ബി.ജെ.പി. അത് കോൺഗ്രസ് കൈയോടെ പൊക്കിയിരിക്കുകയാണ്. വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ നേരിട്ടെത്തി പണം കൈമാറുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇത് ക്രിമിനൽ കുറ്റമാണ്. തെളിഞ്ഞാൽ അയോഗ്യത വരെയാക്കാനുള്ള വകുപ്പുണ്ട്. ഇതോടെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി വിജയം ഉറപ്പിച്ചുവെന്ന് പറയേണ്ടി വരും. പാലക്കാട് കണ്ണാടി മേഖലയിൽ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് സംഭവം. ഒരു വീട്ടിലെ വൃദ്ധയായ സ്ത്രീക്ക് ബി.ജെ.പി പ്രവർത്തകർ പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊപ്പം കാറിലുണ്ടായിരുന്ന സ്ത്രീയാണ് പുറത്തിറങ്ങി വൃദ്ധയായ സ്ത്രീക്ക് പണം നൽകിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. വൃദ്ധയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. മരണവീട്ടിലേക്ക് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും വന്നു. തുടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്കും ഇവർ ചെന്നു. അവിടെയുള്ളവരുമായി കുറച്ചുനേരം സംസാരിക്കുകയും വൃദ്ധയുടെ കയ്യിൽ പണം നൽകുകയുമായിരുന്നുവെന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പകർത്തിയവരെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവരുമായി ശോഭാ സുരേന്ദ്രൻ വാക്കുതർക്കത്തിലേർപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പണം ലഭിച്ച വയോധികയോട് ചോദിച്ചപ്പോൾ അവർ കൈ തുറന്ന് പണം കാണിച്ചു തന്നതായും പ്രവർത്തകർ പറയുന്നു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ബി.ജെ.പി സംഘം ശ്രമിച്ചതായും പ്രവർത്തകർ പറയുന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പണം വിതരണം ചെയ്തത് കൂടാതെ ഒരു ക്ഷേത്രത്തിന് 50,000 രൂപ നൽകിയതായും തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ പുനരുദ്ധാരണത്തിനായി 10 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും ആരോപണമുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയവരെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും കയ്യേറ്റം ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അതിനും കേസെടുക്കുമെന്ന് ഉറപ്പായി. ദൃശ്യങ്ങൾ പകർത്തിയവരോട് അടിച്ച് കരണക്കുറ്റി പൊളിക്കുമെന്ന് പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന്റെ ഡിക്കിയിൽ മുഴുവൻ പണം അടുക്കി വെച്ചിരിക്കുകയാണെന്നും പരിശോധിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാർക്ക് പണം നൽകുന്നതൊന്നും പുതുമയല്ല. എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥി നേരിട്ടെത്തി പണം വിതരണം ചെയ്യുന്നതിനെ നാണക്കേടെന്നാണ് മറ്റ് പാർട്ടിക്കാർ പറയുന്നത്. തെളിവുകൾ ദൃശ്യങ്ങളായി പുറത്തു വന്നതോടെ ശോഭാ സുരേന്ദ്രൻ മുങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്തിട്ട് ഓട്ടോ ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്തേ. അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസെന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. നിങ്ങളുടെ വാട നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കണ്ണുകുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. നമ്മളെ അറിയാലോ.
ഇതാണ് ബഹുമാനം. ഫോട്ടോ എടുക്കാൻ പറ്റില്ല നിനക്ക്. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല. നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. വീഡിയോ എങ്ങനെ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ നിങ്ങൾ ആദ്യം എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. ഇയാൾ എങ്ങനെ എന്റെ വീഡിയോ ഞാൻ നിയമസഭ നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിച്ചത്? അല്ല നിങ്ങളിപ്പോ കൈനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈൽ വലിച്ചു കാര്യം നിങ്ങൾക്ക്